നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തമിഴിലും തെലുങ്കിലും ഒരുപോലെ തിളങ്ങിയ നടിയാണ് അനുഷ്ക ഷെട്ടി. ഇപ്പോഴും സിനിമയിൽ സജീവമായി നിൽക്കുന്ന നടി മലയാളികൾക്കും ഏറെ പ്രിയങ്കരിയാണ്. 42 വയസ്സ് കഴിഞ്ഞിട്ടും അവിവാഹിതയായി തുടരുന്ന നടിയുടെ ജീവിതം അറിയാനുള്ള ആഗ്രഹം ഇന്നും പ്രേക്ഷകർ പങ്കുവയ്ക്കാറുണ്ട്. സിംഗം 1 സിംഗം 2 തുടങ്ങിയ ചിത്രങ്ങളിലെ അനുഷ്കയുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. നടിക്ക് ഏറെ കാലത്തിനു ശേഷം ബ്രേക്ക് നൽകിയ ചിത്രം ബാഹുബലിയായിരുന്നു. ഇടയ്ക്ക് നടി അഭിനയിച്ച സൈസ് 0 എന്ന ചിത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ചിത്രത്തിനായി അനുഷ്ക ശരീരഭാരം ക്രമാതീതമായി വർദ്ധിപ്പിച്ചിരുന്നു. ഈ തടി കുറയ്ക്കാനും നടി നന്നായി ബുദ്ധിമുട്ടിയിരുന്നെന്ന് പിന്നീട് റിപ്പോർട്ടുകളും വന്നിരുന്നു. അനുഷ്കയും പ്രഭാസും ഒന്നിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്ന ആരാധകർക്ക് AI ടൂൾ ഉപയോഗിച്ച് ഇരുവരുടെയും ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഇരുവരും പ്രണയമുണ്ടെന്ന് ഒരിക്കലും പറഞ്ഞിരുന്നില്ല. പ്രഭാസും അവിവാഹിതനാണ്, താനും വിവാഹം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും തനിക്ക് പ്രഭാസിനെ വിളിക്കാമെന്നും ഒരിക്കൽ അനുഷ്ക പറഞ്ഞിരുന്നു. എന്നാൽ അത് സൗഹൃദത്തിനപ്പുറം ഒന്നുമില്ലെന്നാണ് നടി വ്യക്തമാക്കിയത്. ഇത് തന്നെ പ്രഭാസും പലതവണ പറഞ്ഞിരുന്നു. ഇരുവരും നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്നും. ഇപ്പോഴിതാ അനുഷ്ക ഷെട്ടി ഒരു സിനിമാ നിർമ്മാതാവിനെ വിവാഹം ചെയ്യാൻ പോവുകയാണെന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കന്നഡ സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള പ്രൊഡ്യൂസറെയാണ് വിവാഹം ചെയ്യാൻ പോകുന്നത് എന്നാണ് വാർത്തകൾ. ഇരുവരുടെയും എൻഗേജ്മെന്റ് ഉടൻ ഉണ്ടാകുമെന്നും അനുഷ്കയുടെ വിവാഹം ഈ വർഷം അവസാനത്തോടുകൂടി ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ മലയാള സിനിമയായ കത്തനാരിൽ ആണ് അനുഷ്ക അഭിനയിക്കുന്നത്. ഇതിനിടെയാണ് വിവാഹ വാർത്തകളും പ്രചരിക്കുന്നത്. എന്തു തന്നെയായാലും നടി ഇതുവരെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. അതേസമയം നേരത്തെ ഇത്തരത്തിൽ വന്ന വിവാഹ വാർത്തകളെ നടി ചിരിച്ചു തള്ളിയിരുന്നു. വിവാഹം സമയമാകുമ്പോൾ നടക്കുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. ആ സമയമായോ എന്നും പ്രവാസമായി അല്ലേ അപ്പോൾ വിവാഹം എന്നൊക്കെയാണ് ആരാധകർ ഉയർത്തുന്ന ചോദ്യവും. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.